ഹായ്, ഞാൻ എന്താ ചെയ്യാൻ പോയെന്നറിയാമോ? റാഗിപ്പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം കാണിച്ചു തരാം. ഇതാ, ഇത് റാഗി പൊടിച്ച പൊടിയാണ്, റാഗി പൊടിയാണ്. ഞാൻ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി അതാ ഒരു ഗ്ലാസ്സിൽ ഉപ്പ്, വെള്ളം എടുത്ത് ഉപ്പ് ഒഴിച്ചതാണ്. അതിന് ഞാൻ ആക്കാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ റാഗിപ്പൊടി ചെയ്യുന്നത്. നോക്കാം നമുക്ക് എങ്ങനെയാണ്. സാധാരണ ഞാൻ അരിയൊക്കെ ആകുമ്പോഴത്തേന് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് വന്ന് ഇളക്കുകയാണ് ചെയ്യുന്നത്. ഇത് നോക്കാം നമുക്ക്. ഇളക്കി കണ്ട. ഇത് ഇപ്പം കണ്ടോ, ഞാൻ ഒരു 5 മിനിറ്റ് ആയി ഇത് ആക്കി വെച്ചിട്ട്. കണ്ടോ, ഇത് നന്നായിട്ട് പുട്ടിന് പാകത്തിന് ആയി. കണ്ട. ഇനി നമുക്ക് ഇതിനകത്ത് തേങ്ങയൊക്കെ ഇട്ട്, സാധാരണ ഞാനിപ്പോൾ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ തേങ്ങ കുറവാണ്. എന്നാലും തേങ്ങ ഇവർ നല്ല വില കൊടുത്തല്ലേ മേടിക്കുന്നത്. അപ്പം നമ്മൾ അത്രയും ചൂഷണം ചെയ്യാൻ പാടില്ല. ചൂഷണം അല്ല, അവരെടുത്തോളാനാണ്, എത്ര എടുക്കാനാണ് പറഞ്ഞത്. നമുക്ക് കുറച്ച് തേങ്ങ മതി. ഞാൻ അതിന് കുറച്ച് തേങ്ങ ഉണ്ടോ മിക്സിയിലേ കണ്ട, മിക്സിയിൽ ഞാൻ അടിച്ച് കുറച്ച് തേങ്ങയുണ്ട്. അതിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം, ചിരട്ട പുട്ടുണ്ടാക്കാം. ഓക്കെ, കണ്ട. മുട്ടയും പഴവും ഉണ്ട്. മുട്ടയും പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഞാൻ. ആയി, മുട്ടയും പഴവും ആയി. ഇനി നമുക്കതിനെ ഓഫാക്കിയിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം. ഓക്കെ, കണ്ടോ. ഇനി നമുക്ക് റാഗി പുട്ടുണ്ടാക്കാം. ഞാൻ കുക്കറിൽ കണ്ടോ വെള്ളം വെച്ച്, വെള്ളം വെച്ച് കുക്കറിൻ്റെ അടയ്ക്കുവാണ്. അപ്പം അതിൻ്റെ വെയിറ്റ് മാറ്റിയിട്ടുണ്ട്. ചിരട്ടപ്പുട്ട ഉണ്ടാക്കുന്നുണ്ട്, അത് കാരണം വെയിറ്റ് മാറ്റിയിട്ട് ആവി വരട്ടെ. ആവി വരുമ്പോൾ നമുക്കതിനകത്തോട്ട് തേങ്ങ വാരി വെച്ച് വെക്കാം. ചിരട്ടപ്പുട്ട കണ്ടോ. ചിരട്ടപ്പുട്ട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതെടുത്തു, അതിൻ്റെ ഇതിട്ടു. അതിനകത്ത് കുറച്ച് തേങ്ങ. നാട്ടിലൊക്കെയാണ് ഞാൻ ഒരുപാട് തേങ്ങ ഇടും. ഇവിടെ തേങ്ങ കുറവായതുകൊണ്ട് കുറച്ച് തേങ്ങ ഇടുന്നുള്ളൂ. കുറച്ച് റാഗി വെച്ച് കുറച്ച് തേങ്ങ ഇടാം. ഇനി നമ്മുടെ കണ്ടോ ആവി വന്ന് അതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുകൊണ്ട് അടയ്ക്കണം. ആവി വരട്ടെ. ഇപ്പം ആവി വരും. കണ്ടോ, നമ്മുടെ റാഗിപ്പുട്ടിൽ ആവി വന്നിരിക്കുന്നുണ്ടോ, ആവി വരുന്നുണ്ടോ. കുറച്ച് നേരമായി ആവി വരാൻ തുടങ്ങിയിട്ട്. നന്നായിട്ട് നല്ലൊരു മണവും വരുന്നു കേട്ടോ. റാഗി വെന്തതിൻ്റെ മണമാണെന്ന് തോന്നുന്നു. ഓക്കെ, നല്ല 2 മിനിറ്റ് ഇരിക്കട്ടെ. എന്നിട്ട് അത് വെന്തതിൻ്റെ ഒരു നല്ല മണം വരുന്നു. ഇനി നമുക്ക് എടുക്കാം. ഓക്കെ, എടുത്ത് നമ്മുടെ എടുത്ത് നോക്കാവേ. കണ്ട, റാഗി പൊട്ട് തട്ടിയിട്ട് അതിനകത്ത്. ഓക്കെ, അടിപൊളിയാണെന്നാണ് തോന്നുന്നത്. കണ്ടോ, അങ്ങനെ അടിപൊളി റാഗിപ്പുട്ട് റെഡി. ഞാൻ ഒരെണ്ണത്തിൽ തേങ്ങ ഇടാതാക്കിയതാണ് കേട്ടോ. അതിൽ തേങ്ങ അങ്ങുമൊക്കെ ഇളക്കിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, നല്ല അടിപൊളി റാഗിപ്പുട്ടായി. ഒരെണ്ണം അതിച്ചിരി ഞാൻ തേങ്ങ ഇടാത്ത അതിനകത്ത് ഇളക്കിയാക്കിയത് കുറച്ച് തേങ്ങ ഉള്ളായിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് ഇളക്കിയത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെ വിട്ടുപോയത്. രണ്ടും നല്ല അടിപൊളിയായിരുന്നു. ഇനി കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്കുമ്പോൾ അറിയാം. ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, കണ്ട ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. റാഗിപ്പുട്ട, പഴം, മുട്ട,
ടൊമാറ്റോ കറി, ടൊമാറ്റോയും കൂടെ ഉള്ളിയും കൂടെ ഇട്ട ഒരു കറി. ഇത്രയാണ്. ഓക്കെ, ഇനി പപ്പ രുചിച്ച് നോക്കട്ടെ, പറയാം, എന്നിട്ട് പറയാം. രാഗിപ്പുട്ട് കറിയും കൂടെ ഒഴിച്ച് നോക്കും. അപ്പം കറിയപ്പുട്ട് എങ്ങനെയുണ്ട്? വായിലോട്ട് വെച്ചിട്ട് അടിപൊളിയാ. നമ്മുടെ ഇതിൻ്റെ അരിപ്പുട്ടാണോ റാഗിപ്പുട്ടാണോ ടേസ്റ്റ്? റാഗി തന്നെ. ഗോതമ്പിന്റെ ടേസ്റ്റ് ആണോ അതോ വേറൊരു ടേസ്റ്റ് ആണോ? നല്ല ടേസ്റ്റ് ആണല്ലേ അത്. ഓക്കെ, ഞാനേ റാഗി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, പറയാം, ടേസ്റ്റ് പറയാം. കൊള്ളാം, നല്ല ടേസ്റ്റ്. ഇതിന് കറിയൊന്നും വേണ്ട, അടിപൊളി കേട്ടോ, സൂപ്പർ ടേസ്റ്റ്. നമ്മുടെ ഗോതമ്പിന്റെ ഒന്നും ടേസ്റ്റ് അല്ല, വേറൊരു ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് കേട്ടോ. ഓക്കെ, ബൈ.